السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان، أو كما قال رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. قد رجونا النصر والفتوح في أمورنا، سيما في أمرنا بجاهكم مدبور ولي. لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അബ്ദുൽ ഹഫീദ് സഖാഫി ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശി ബഹുമാനപ്പെട്ട വടാട്ടുപാറ മജീദ് ഉസ്താദ് അവറുകളെ, ഈ സ്ഥാപനത്തിലെ മുദരിസ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് അവറുകളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്
അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 22 വർഷമായി നമ്മുടെ സ്ഥാപനത്തിൽ നടന്നു വരാറുള്ള മഹാനായ ഖുത്ബുൽ ആലം CM വലിയുല്ലാഹിയുടെ ഉറൂസ് മുബാറക്കിനോട് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ദശദിന പ്രഭാഷണത്തിൻ്റെ പ്രഥമ ദിനത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ പരിശുദ്ധമായ സ്ഥാപനം മർക്കസുൽ ബുശ്റ അൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം സിൽവർ ജൂബിലിയിലേക്ക് അടുക്കുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധമായ ദീനിനെ സാധാരണക്കാരിലേക്കും മുതഅല്ലിമീങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം നമ്മുടെ ഈ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ അനേകം പണ്ഡിതന്മാരെ നാടിൻ്റെ നാനാഭാഗത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രൂപത്തിൽ വാർത്തെടുത്ത് പറഞ്ഞയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പല പ്രൊഫഷണലുകളായ ആളുകളെയും ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ സമൂഹത്തിന് സമർപ്പിക്കാനും അതുവഴി പരിശുദ്ധമായ ദീനിൻ്റെ ഇസ്സത്ത് വെളിവാക്കുമാർ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി ഈ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം വിവിധങ്ങളായ വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര നടത്താമെന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള കാരണം, ഈ 4 മതിലുകൾക്കുള്ളിൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ചർവിത ചർവണം നടക്കുന്ന ക്ലാസുകളും ദർസുകളും നടക്കുന്നുണ്ടെങ്കിലും ഈ സ്ഥാപനത്തെ നെഞ്ചുലേറ്റുകയും ഇതിനു വേണ്ടി എല്ലാ സമയത്തും എല്ലാ രീതിയിലുമുള്ള സഹകരണങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ നാട്ടുകാരും അയൽവാസികളും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ ഈ 10 ദിവസത്തിലെ പ്രഭാഷണ പരമ്പര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് വിശ്വാസം വിജയത്തിൻ്റെ നിദാനം എന്ന വിഷയത്തിൽ അല്പനേരം നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയാനും കേൾക്കാനും ജീവിതത്തിൽ അത് കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ള സഹോദരന്മാരെ,
ഈമാൻ എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും അവനിൽ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. ഈമാൻ കൈകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ലല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈമാനും മറ്റൊന്ന് ഇഹ്തിസാബ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസമാണ്. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ചെയ്യുന്ന കാര്യത്തിന് പ്രതിഫലം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക. എന്തെങ്കിലും ചെയ്തത് കൊണ്ട് മാത്രമായില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഇൽമു പഠിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് അവന് പ്രയോജനപ്പെടുകയുള്ളൂ, പ്രതിഫലം അവന് അത് ഫലപ്പെടുകയുള്ളൂ. അപ്പോൾ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഒരുപാട് ഹദീസുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന പ്രതീക്ഷ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. നമ്മുടെ വിഷയം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. വിശ്വാസം വിജയത്തിന്റെ നിദാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നിങ്ങൾക്കെല്ലാവരും കേട്ടിട്ടുള്ള അറിവുള്ള ഒരു ഹദീസ് തന്നെയാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ് മുഅ്മിനിന്റെ കാര്യം. കാരണം എന്താണ്? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യങ്ങൾ മുഴുവനും, എന്ത് കാര്യമാണെങ്കിലും അത് മുഴുവനും ലഹു ഖൈർ, അവന് ഖൈറാണ്, അവനൊരിക്കലും അത് ശർറാവുകയില്ല. മുഅ്മിനായ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് എല്ലാം ഖൈറാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ഖൈറായി മാറുന്നത് അത് മുഅ്മിനിനല്ലാതെ മറ്റാർക്കും ലഭിക്കുകയില്ല. സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളും ഖൈറാണ്. എന്നിട്ട് തുടർന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഖൈറായി ഭവിക്കുന്നത് അത് മുഅ്മിനിനു മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ആർക്കും അങ്ങനെ ഒരു സൗഭാഗ്യമില്ല. മൻ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൻ അസാബതുഹു സറാഉ, ആ മനുഷ്യനിന് ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്തയാണ് അറിയുന്നതെങ്കിൽ, എന്താ അവൻ ഉടനെ പറയുക? ഒരു കുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞാൽ
ഉടനെ ശക്കറ, അവൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യും, അൽഹംദുലില്ലാ എന്ന് പറയും. അതവൻ ഖൈറാണ്. അപ്പോൾ അടുത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം പേരക്കുട്ടി ഉണ്ടായി. അള്ളാഹു ആ കുട്ടിയെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, നമ്മളെ എല്ലാം അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ തന്നെ എല്ലാവരും കേട്ടവരൊക്കെ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുപോയി അറിയാതെ. എന്താ? അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണത്. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നു. എന്നാ പിന്നെ ഇനിയൊരു പ്രയാസമാണ് ഉണ്ടാവുന്നതെങ്കിലോ, അപ്പോൾ അവൻ ക്ഷമിക്കുന്നു, അത് അവന് ഖൈറായി മാറുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു ഹയാത്തില്ലാത്ത മജ്‌ലിസാകാൻ പാടില്ല. നല്ല ഹയാത്ത് നമ്മുടെ മജ്‌ലിസിനുണ്ടാകണം. അള്ളാഹു ഹയാത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഒരു സംഭവം നമുക്കിതിന് വലിയ ബലം നൽകുന്നു. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. ഒന്ന് ഈമാൻ, രണ്ട് ഇഹ്തിസാബ്. എന്താണ്? ഒന്ന് ഈമാൻ, രണ്ടാമത്തത് ഇഹ്തിസാബ്, കൂലി പ്രതീക്ഷിക്കണം. കൂലി പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്തത് കൊണ്ട് കാര്യമില്ല. പ്രയാസമുണ്ടാകുമ്പോൾ എനിക്കതിന് കൂലി കിട്ടും എന്ന ആ വലിയ പ്രതീക്ഷയാണ് അവനെ ആ പ്രയാസത്തെ തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ്റെ കാര്യം വലിയ കട്ടപ്പുകയായി മാറും. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, ചിലപ്പോൾ ജീവിതം തുലയ്ക്കും, പല കാര്യങ്ങളും അവൻ സംഭവിച്ചു പോകും. എന്താ കാരണം? എന്താ കാരണം? ഈമാനുണ്ട്, ഇഹ്തിസാബില്ലെങ്കിൽ പ്രശ്നമാണ്, പിടിച്ചു നിൽക്കാൻ കഴിയൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു യഹൂദിയായ മനുഷ്യൻ മുസ്ലിമായി. ഒരു യഹൂദിയായ മനുഷ്യൻ മുസ്ലിമായി. അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വദഹബ ബസറുഹു, അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമായത് വലിയ കാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു മൂപ്പര് ചെയ്തതാണ്. പക്ഷേ മുസ്ലിമായി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. റസൂലുള്ളാഹിനെ കണ്ട് മുസ്ലിമായ ആളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വമാലുഹു, അവന്റെ മുതൽ കുറെ നഷ്ടപ്പെട്ടു പോയി. വവലദുഹു, ഒരു കുട്ടി മരിച്ചുപോയി. എന്തൊക്കെയാ ഉണ്ടായത്? മുസ്ലിമായ ഉടനെ അയാളുടെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അയാളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. പിന്നെയോ അയാളുടെ ഒരു കുട്ടി മരിച്ചുപോയി. അപ്പോൾ അയാൾക്ക് മുസ്ലിമായത് വളരെ ശൗമായി പോയി, ഒരു മോശമായി പോയി, അപലക്ഷണമായി എന്ന് അയാൾക്ക് തോന്നി. മുസ്ലിമായതേ അപലക്ഷണമായി പോയി. മുസ്ലിമായത് കൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായതെന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെ നേരെ അയാൾ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരികയാണ്. ഫാത്തൻ നബിയ, പറഞ്ഞയാളെ മനസ്സിലാവാത്തോണ്ടാണ് ഇനി മലയാളത്തിൽ പറയാം കേട്ടോ. അറബി പറഞ്ഞാൽ തിരിയൂന്ന് വിചാരിച്ചാണ് അറബിയിൽ ഓതണതേ. അപ്പോ മുമ്പിലിരിക്കുന്ന കുറെ ആളുകൾക്ക് അത് തിരിയാത്തവരാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും കേട്ടാ. പിന്നെ അപ്പോ അതുകൊണ്ട് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ആ മനുഷ്യൻ വരികയാണ്. എന്നിട്ട് അയാൾ റസൂലുള്ളാഹിനോട് പറയുകയാണ്, അഖിൽനി അഖിൽനി, നബിയേ എനിക്ക് ഇതിൽ നിന്ന് മോചനം തരണം, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ അങ്ങുമായിട്ട് ചെയ്ത വാഗ്ദാനമുണ്ടല്ലോ, ബൈഅത്തുണ്ടല്ലോ, ആ ബൈഅത്തിൽ നിന്ന് എനിക്ക് അങ്ങ് മോചനം തരണം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ള പറയുകയാണ്, ഇന്നൽ ഇസ്ലാമ ലാ യുഖാൽ, ഇസ്ലാം
ഒരിക്കലും ഒഴിവാക്കാനുള്ളതല്ല മോനെ. ഇസ്ലാം നിന്റെ തറവാട് സ്വത്താണ്, അത് നിനക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയുകയില്ല. ആ സമയത്ത് അയാൾ പറയുകയാണ്, ലം അസ്ബു ഫീ ദീനി ഹാദാ ഖൈറാ, ഈ ദീനിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് യാതൊരു ഖൈറും ഉണ്ടായിട്ടില്ല. ദഹബ ബസ്രി വമലി വമാത വലദി, എൻ്റെ മുതൽ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, പോരാ എൻ്റെ പ്രിയപ്പെട്ട മകനും മരിച്ചുപോയി. അതുകൊണ്ട് ഇനിയും എനിക്ക് ഇസ്ലാമിൽ നിൽക്കാൻ കഴിയൂല. ആ സമയത്തെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, യാ യഹൂദി അൽ ഇസ്ലാം യസ്ബുക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ, ഇസ്ലാം മോശങ്ങളെ ഒഴിവാക്കുന്നതാണ്. ഏതുപോലെ നീ ഇസ്ലാമിനെ ഒഴിവാക്കിയതുപോലെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ വലിയ ഒരു പാഠം നമുക്ക് തരുന്നുണ്ട്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുഅ്മിനീങ്ങളാകുമ്പോൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അതെല്ലാം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ് എന്ന് വിചാരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ എനിക്കിതിന് കൂലി കിട്ടും എന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈമാൻ മാത്രം പോരാ, ഇഹ്തിസാബും വേണം. അപ്പോഴേ നമുക്ക് നല്ല ഉറപ്പുണ്ടാവുകയാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം, ഇപ്പോൾ വയതിനായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെടുമ്പോൾ മജീദ് ഉസ്താദ് വിളിച്ചത് കൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ അങ്ങേർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ദർസിൽ പരിപാടി വെച്ചിട്ട് പോയില്ലെങ്കിൽ ദർസിലുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് വന്നതാണെങ്കിൽ വരവ് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. മറിച്ച് അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വന്നതെങ്കിൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ പ്രതിഫലം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അവന് ഈമാൻ വേണം, ഇഹ്തിസാബ് വേണം. എന്ത് ചെയ്യുമ്പോഴും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഒരു രോഗിയായി കിടക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ രോഗിയായി കിടന്നാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അവൻ്റെ കാര്യം ഖൈറാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവനൊരു മുസീബത്തുണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവിനെ എന്ത് ചെയ്യുന്നു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് അവൻ മടങ്ങുന്നു. അവന് കൂലി ലഭിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, അവന്റെ എല്ലാ കാര്യവും, അവന്റെ ശഅ്നുഹു കുല്ലുഹു ഖൈർ, അവന്റെ കാര്യങ്ങൾ മുഴുവനും ഖൈറാണ്. ഈ കാര്യം അഥവാ എല്ലാ കാര്യവും ഖൈറായി ഭവിക്കുക എന്നുള്ളത് അത് മുഅ്മിനിനല്ലാതെ സംഭവിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാനുള്ളതിനോട് കൂടെ തന്നെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ച് പ്രതിസന്ധിയല്ലാതെയായി മാറുന്നതാണ്. നമ്മൾക്കറിയില്ലേ സഹോദരന്മാരെ, മഹാനായ സയ്യിദുന അബുൽ ബസർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുണ്ട്. ആരൊക്കെയായിരുന്നു? ഹാബീലും കാബീലും. ഹാബീലും കാബീലും മനുഷ്യകുലത്തിലെ ആദ്യത്തെ മക്കളാണ് അവർ.
മനുഷ്യകുലത്തിലെ ആദ്യത്തെ മക്കളാണ് ഹാബീലും കാബീലും. ആ ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം എന്താണ്? നാം പഠിക്കണം. കാബീൽ ഹാബീലിനെ കൊല്ലാൻ തീരുമാനിച്ചു, ഒരു അസൂയയുടെ പേരിൽ. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ അത് പറയുന്നില്ല, അതെന്റെ വിഷയമല്ല ഇപ്പോൾ. അങ്ങനെ കാബീൽ ഹാബീലിനെ കൊല്ലാനായി തീരുമാനിച്ചപ്പോൾ ഹാബീൽ കാബീലിനോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? ലഇൻ ബസത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ഇന്നി ഉരീദു അൻ തബൂഅ ബിസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ഹാബീൽ കാബീലിനോട് പറയുകയാണ്, കൊല്ലാനായി വരുന്ന സഹോദരൻ തന്നെ കൊന്നുകളയുമെന്ന് ഉറപ്പിക്കുന്ന സമയത്ത് ഈമാൻ എന്ന ശക്തമായ ആയുധം തന്റെ ഹൃദയത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന കാരണത്താൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ഹാബീൽ ഉടനെ പറയുകയാണ്, നീ മനസ്സിലാക്കിക്കോ, നീ എന്നെ കൊല്ലാനായി വന്നാൽ തിരിച്ച് ഞാൻ പ്രതികരിച്ച് നീ എന്റെ സഹോദരൻ എന്ന നിലക്ക് നിന്നോട് ഞാൻ ഒരിക്കലും പ്രതികരിക്കുകയില്ല. ലഇൻ ബസത ഇലയ്യ യദക, നിന്റെ കയ്യിനെ നീ എന്നിലേക്ക് നീട്ടിയാൽ, എന്തിനു? ലിതഖ്തുലനി, എന്നെ നീ കൊല്ലാൻ വേണ്ടി. നീ എന്നിലേക്ക് കരങ്ങൾ നീട്ടിയാലും മാ അന ബിബാസിതിൻ യദീ, എന്റെ കയ്യിനെ ഞാൻ നിന്നിലേക്ക് നീട്ടുന്നവനല്ല. ലിഅഖ്തുലക, നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഒരിക്കലും എന്റെ കയ്യിനെ നിന്നിലേക്ക് നീട്ടുകയില്ല. എന്താ കാരണം? ഞാൻ ഇതുകൊണ്ട് വലിയ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്താണ് എന്റെ പ്രതീക്ഷ എന്നറിയുമോ? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. അഥവാ അല്ലാഹു എനിക്ക് തരാനിരിക്കുന്ന പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട്. അഥവാ എന്തുണ്ട്? എനിക്ക് എന്തുണ്ട്? രണ്ട് കാര്യത്തിൽ നിന്ന് എന്തുണ്ട്? രണ്ട് കാര്യം വേണമെന്നല്ലേ പറഞ്ഞത്? ഏതൊക്കെ രണ്ട് കാര്യം? ഈമാനും ഇഹ്തിസാബ് എനിക്കുണ്ട്, ഞാൻ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആരാ പറഞ്ഞത്? ഹാബീൽ പറയും. ഈ ചരിത്രം എന്തിനാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്? നിങ്ങൾക്കറിയാം. ഈ ചരിത്രം എന്തിനാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്? മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ മക്കൾക്ക് തന്നെ പല നിരക്കുമുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നപ്പോഴും അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, അതേസമയം അക്രമം പ്രവർത്തിക്കാതിരിക്കാൻ മുഅ്മിൻ തയ്യാറാകണം എന്ന വലിയ സന്ദേശവും അതിലുണ്ട്. വേറെയും സന്ദേശങ്ങളുണ്ട്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വിഷയം ഈമാൻ, അടിയുറച്ച വിശ്വാസം അവന്റെ വിജയത്തിന്റെ നിധാനമാണ്. ആ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസവും ഇഹ്തിസാബും വേണം. കൂലിയെ പ്രതീക്ഷിക്കണം, വിശ്വാസം വേണം, അടിയുറച്ച വിശ്വാസം വേണം, കൂലി പ്രതീക്ഷിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം കുറവായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഫ്ലഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക,
എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വേറെ ഒരു റിവായത്തിൽ കാണാം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദാനത്തിലക്കും അൽ അജമു വൽ അറബ്, അജമികളും അറബികളും നിങ്ങൾക്ക് കീഴ്പ്പെട്ട് തരുന്നതാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈമാൻ ഉണ്ടാകണം ഒന്നാമത്. അതാണ് സൂറത്തു ഇബ്രാഹീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു തന്നത്, മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വ ഫർഉഹാ ഫിസ്സമാ തുഅ്തി ഉക്ലഹാ കുല്ല ഹീൻ ബിഇദ്നി റബ്ബിഹാ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഇത് കേവലം ഒരു വഅദ്, മറിച്ച് വഅദിന്റെ ആദാബുകൾ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്ന വഅദാണ്. അതുകൊണ്ട് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയണം. ഖാല അല്ലാഹു അസ്സ വജൽ എന്ന് കേട്ടാൽ, പഴയ കാലത്ത് അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പഴയ കാലത്തല്ല ഇപ്പോഴത്തെ കാലത്തും പറയണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് സമയമില്ലാത്തതുകൊണ്ട് പറയാതിരിക്കണമാണ്, അറിയാത്തത് കൊണ്ടല്ല. ഇല്ലേ? ഇന്നൊന്ന് ഉറക്കെ പറഞ്ഞു നോക്കിയേ, അറിയോ ഇല്ലയോ നോക്കട്ടെ. പറ. അങ്ങനെ പറയാം കേട്ടോ. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ സുബ്ഹാനഹു വ തആല, സുബ്ഹാനഹു അവനെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു. എന്തൊരു ആവേശമാണ്! അള്ളാഹുവിനെ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവണം. അതുണ്ടാകുമ്പോൾ അള്ളാഹുക്കും നമ്മളോട് വലിയ ഇഷ്ടമായിരിക്കും. സുബ്ഹാനഹു അവനെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു. എന്തിനെ തൊട്ട്? അവനോട് യോജിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം നമ്മൾ പരിശുദ്ധനാക്കുന്നു എന്നതിൻ്റെ അർത്ഥം. വ തആല അവൻ ഉന്നതനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഇലാഹില്ല. വലിയ പ്രഖ്യാപനമാണ്. അത് ഈമാനിൻ്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ വിഷയം എന്താണ്? വിഷയം ഈമാൻ ആണ്, വിശ്വാസമാണ് വിജയത്തിൻ്റെ നിധാനം, അടിസ്ഥാനം. അപ്പോ അതുകൊണ്ട് നന്നായി പറയണം അത് കേട്ടാൽ കേട്ടാ. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈമാനിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമതായി മനുഷ്യന് ഈമാൻ വേണം. ആ ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ആ ഈമാൻ രൂഢമൂലമായിരിക്കണം, ഒരിക്കലും ഇളകാത്ത ഈമാനായിരിക്കണം. അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്, ഇവൻ പറഞ്ഞതിനും കാര്യമുണ്ട് എന്ന ഉഴന്നോവർ ഈമാനാകാൻ പാടില്ല, സാമ്പാർ ഈമാനുമാകാൻ പാടില്ല. നല്ല ഉറച്ച ഈമാനായിരിക്കണം. അതാണ് സൂറത്തു ഇബ്രാഹീമിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. മസലു കലിമത്തിൻ ത്വയ്യിബ, നല്ലതായ ഒരു കലിമത്തിൻ്റെ ഉദാഹരണം ഏതുപോലെയാണ്? ഏതാണ് നല്ല കലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈമാനിൻ്റെ കലിമത്താണ്. ആ കലിമത്തിൻ്റെ ഉപമ ഏതുപോലെയാണ്? കശജറത്തിൻ ത്വയ്യിബ, അത് നല്ല ഒരു മരം പോലെയാണ്. എങ്ങനെയാണ്? എന്താണ് ആ മരത്തിൻ്റെ പ്രത്യേകത? അത് സാബിത്തും, അത് എന്താണ്? അല്ലാഹു പറയുകയാണ്, കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ, അതിൻ്റെ അടിസ്ഥാനം അഥവാ കട അഥവാ അതിൻ്റെ നാരായ വേര് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി, അതിൻ്റെ വേരുകൾ ഭൂമിയിൽ മുഴുവൻ പാഞ്ഞ് അതിൻ്റെ കട നന്നായി ഉറച്ചു നിൽക്കുന്ന ഭൂമി മരമാണ് ആ മരം. അഥവാ ചെറിയ ഒരു കാറ്റ് വന്നാൽ അത് ഇളകില്ല, വലിയ കാറ്റ് വന്നാലും അത് ഇളകില്ല, അത് വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയില്ല. അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ.
ഭൂമിയിൽ അതിന്റെ വേരുകൾ ഇങ്ങനെ വിതറിപ്പാഞ്ഞപ്പോൾ അതിൽ നിന്ന് അതാ വെള്ളവും വളവും വലിച്ചെടുത്തപ്പോൾ ആ ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത വെള്ളത്തിന്റെയും വളത്തിന്റെയും കാരണത്താൽ ആ മരത്തിന് നല്ല ഉന്മേഷമുണ്ടാവുകയാണ്, ഉഷാറുണ്ടാവുകയാണ്. അങ്ങനെ അതിന്റെ ശിഖരങ്ങൾ അതാ പൊട്ടിവിടരാൻ തുടങ്ങുകയാണ്. അത് ആകാശം മുഴുവൻ പടർന്നു നിൽക്കുകയാണ്. മാത്രമല്ല ആകാശത്തിലേക്ക് വളർന്നുയർന്ന ആ ഭൂമിയുണ്ടല്ലോ, ആ മരമുണ്ടല്ലോ, അത് കേവലം ഒരു മരമല്ല കേട്ടോ. അതിന്റെ ഫലങ്ങൾ അത് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സമയത്തും ആ മരത്തിൽ നിന്ന് കായ്കനികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് ഭക്ഷിക്കാൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള, പക്ഷികൾക്ക് ഉപകാരമുള്ള, ജീവജാലങ്ങൾക്ക് ഉപകാരമുള്ള നല്ല ഒരു മരമാണ്, മരം പോലെയാണ് ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥയെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അപ്പോൾ നമ്മുടെ ഈമാൻ രൂഢമൂലമാകണം. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമയാണെന്ന് കൂടി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. കാരണം മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ അസ്ലുഹ സാബിത്തുൻ എന്ന് പറഞ്ഞാൽ അവന്റെ കാല് ഒരിക്കലും എവിടെയും ഇടറുകയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ ഒരിക്കലും തകരുകയില്ല, അത് ഒരിക്കലും ഇടറുകയില്ല. എത്ര വലിയ ബിദ്അത്തുകാരൻ വന്നിട്ട് അവന്റെ ഈമാനിനെ കൊള്ളയടിക്കാൻ നോക്കിയാലും ചോർത്താൻ നോക്കിയാലും അവന്റെ ഈമാൻ ചോർന്നു പോകൂല. ഇവര് ചെയ്യുന്നതിന് കാര്യമുണ്ടെന്ന് പറയൂല. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അടുക്കരുത്, അവരുമായി ബന്ധപ്പെടരുതെന്ന് പറഞ്ഞ എല്ലാ ബിദ്അത്തുകാരനും അവനിൽ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഈമാൻ ഒരു മുഅ്മിനായ മനുഷ്യനിലുണ്ടാകും. അവന് പിന്നെ അങ്ങോട്ടടുക്കാൻ കഴിയൂല. അത് 24 മണിക്കൂറും തസ്ബീഹുമാല പിടിച്ചുകൊണ്ട് നടക്കുന്ന, ഇറക്കത്തിലുള്ള ജുബ്ബയിട്ട് നടക്കുന്ന, വലിയ താടി നീട്ടി നടക്കുന്ന, തലേക്കെട്ടിന്റെ വാലിന് നീളം കൂടുതലുള്ള മനുഷ്യനാണെങ്കിലും ശരി, അവരൊക്കെ നല്ലതല്ലേ ചെയ്യുന്നത്, എന്തേ അവരുടെ കൂടെ കൂടിയ കുഴപ്പം എന്ന് മുഅ്മിനിന് തോന്നൂല. കാരണം തേൻ കച്ചവടക്കാരൻ്റെ അത്രയും തേന് തിരിച്ചറിയാൻ സാധാരണക്കാരൻ അറിയൂലല്ലോ. അതുകൊണ്ട് ഒരു തേൻ കച്ചവടക്കാരൻ്റെ മുന്നിലേക്ക് തേനിൻ്റെ കുപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ തേൻ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ അവനത് പരിശോധിച്ചു നോക്കിയിട്ട് ഇതത്ര നല്ലതല്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇതിൽ സംശയമുണ്ട് എന്ന് പറയുകയോ ചെയ്താൽ ഒരു മുഅ്മിനായ മനുഷ്യനല്ല, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പിന്നെ ആ തേൻ വാങ്ങൂല. അതിൻ്റെ ഇപ്പുറത്ത് നല്ല ഒറിജിനൽ തേനാണെന്ന് തേൻ കച്ചവടക്കാരനും അതുപോലെ അടുത്തുള്ളയാളും പറയുമെങ്കിൽ അതല്ലേ നമ്മൾ വാങ്ങുകയുള്ളൂ. എന്നതുപോലെ വിശ്വാസപരമായി ഈമാനികമായി സുന്നത്ത് ജമാഅത്തിന് തകരാറുണ്ടെന്ന് ഒരൊറ്റ കുട്ടിയും പറയുന്നില്ല. പിന്നെ ഇങ്ങനെയും ചെയ്താൽ എന്താ കുഴപ്പം എന്ന് പറയുന്നവരുടെ കുഴപ്പത്തിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? അതുകൊണ്ട് ബിദ്അത്തുകാരന്റെ പിന്നാലെ പാഞ്ഞ് ഈമാൻ ഇളക്കണ്ട. അത് ഈമാനിന്റെ ലക്ഷണമല്ലെന്ന് ഖുർആനാണ് പറയുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ അടിസ്ഥാനം ശരിയായ ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനിൽ നിന്ന് എപ്പോഴും സൽക്കർമ്മങ്ങൾ വന്നുകൊണ്ടിരിക്കും. അഥവാ അവന്റെ സൽക്കർമ്മങ്ങൾ ആകാശ ലോകത്തേക്ക് കയറി ചെല്ലുന്നതാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് വഫർഉഹാ ഫിസ്സമാ.
അവന്റെ അമലുകൾ, അവന്റെ നിയ്യത്തുകൾ, അവന്റെ സൽക്കർമ്മങ്ങൾ അത് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതാണ്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, മൂമിനായ മനുഷ്യന് ആകാശത്ത് 2 കവാടങ്ങളുണ്ട്. ഓരോ മനുഷ്യനുമുണ്ട് 2 കവാടങ്ങൾ. അതിലൊരു കവാടത്തിലൂടെ നമ്മുടെ റിസ്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള കവാടമാണ്. രണ്ടാമത്തെ കവാടം നമ്മുടെ സൽക്കർമ്മങ്ങൾ അങ്ങോട്ട് കയറിപ്പോകാനുള്ള കവാടമാണ്. അല്ലാഹു പറയുകയാണ്, ഉറച്ച ഈമാനുള്ള മൂമിനായ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ എല്ലാ സമയത്തും, അത് തണുപ്പത്തായാലും വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ശൈത്യകാലത്തായാലും ഏത് കാലഘട്ടത്തിലായാലും അവന്റെ അമലിന് കുറവില്ല. അതിങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു പറയുകയാണ്. അപ്പോൾ നല്ല ഈമാൻ, ഉറച്ച ഈമാൻ നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്ന അമലുകളിൽ നല്ല ഇഹ്തിസാബ് വേണം. നല്ല ഇഹ്തിസാബ് നമുക്ക് വേണം. ഇഹ്തിസാബ് വേണം, കൂലി പ്രതീക്ഷ വേണം. നോക്കുന്നതിനും വേണം കൂലി പ്രതീക്ഷിക്കുക. വെറുതെ നോക്കിയിരുന്നാൽ കൂലി കിട്ടൂല. നോക്കേണ്ടടുത്ത് നോക്കണം, നോക്കേണ്ടടുത്ത് നോക്കണം, ചെയ്യേണ്ടത് ചെയ്യണം, പറയേണ്ടത് പറയണം. ഉദാഹരണത്തിന് പറയാണ്, തിരിയണവർക്ക് തിരിയൂലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് വേണം? നേരെ നോക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തല തിരിച്ചു കളഞ്ഞാൽ കുഴിയിൽ പോയി വീഴും. അതാണ് പറഞ്ഞത് സഹോദരന്മാരെ. എന്ത് വേണം? നല്ല ഇഹ്തിസാബ് വേണം, നല്ല ഇഹ്തിസാബ് വേണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, من يعبد الله على خوف وإن أصابته خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, യഖൂൽ ഇന്നല്ലാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. എന്താണ് റസൂലുള്ള പറയുന്നത്? ഇന്നല്ലാഹ അസ്സ വജല്ല ഖാൽ ഇദാ ബുതുലീതു അബ്ദീ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇദബുതുലീതു അബ്ദീ, എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പരീക്ഷിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് പരീക്ഷിച്ചത്? ബി ഹബീബത്തൈ, അവൻ്റെ 2 ഹബീബത്ത് കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ. എന്താണ് ഹബീബത്ത് എന്ന് മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ പല അഭിപ്രായങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് 2 കണ്ണുകളാണെന്ന് പറഞ്ഞവരുണ്ട്, 2 മക്കളാണെന്ന് പറഞ്ഞവരുണ്ട്. ഏതാണെങ്കിലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അഥവാ 2 കണ്ണ് അവന് നഷ്ടപ്പെട്ടു പോയാൽ, അഥവാ അവൻ്റെ 2 മക്കളെ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വസ്തുക്കൾ ഒന്നിച്ച് അവന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ അവൻ ക്ഷമിച്ചു. എന്നാൽ അതിനു പകരമായിട്ട് അതിനോട് കൂടെ സ്വർഗം ഞാൻ അവന് നൽകുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ഒരാള് അയാളുടെ 2 ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, അത് കണ്ണ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ വേറെ എന്തോ ആകട്ടെ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഭയങ്കര വിഷമം തോന്നി. പക്ഷേ അയാൾ ക്ഷമിച്ചു. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചാലേ ക്ഷമ വരുള്ളൂ, അല്ലെങ്കിൽ ക്ഷമ വരുമോ? എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്,
ഹബീബെ ക്ഷമിക്ക്, സാരില്ല, ഒരു കുട്ടി മരിച്ച് നമുക്ക് വിഷമമുണ്ട്, എന്നാൽ നിങ്ങൾക്കത് പറയാം, മരിച്ചത് എൻ്റെ മോനല്ലേ, അതാണ് നിങ്ങൾക്ക് വിഷമമില്ലാത്തതെന്ന് തിരിച്ചു പറയാം. ശരി, ആദ്യം അങ്ങനെയല്ലേ പറയുള്ളൂ. ചെറിയ കുട്ടിയൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ അപ്പോ മരിച്ചതിൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കേ തിരിയുള്ളൂ, നമുക്ക് തിരിയൂല. അള്ളാഹു നമ്മളുടെ മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ചെറുപ്പത്തിൽ മരിച്ചുപോയ മക്കളുള്ളവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു വലിയ കൂലി കൊടുത്ത് അവരെ അള്ളാഹു ആദരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ രണ്ട് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഅ്മിനായാൽ മാത്രം പോരാ, ഇഹ്തിസാബും കൂടി വേണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരുപാട് ഹദീസുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. സമയം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നല്ല ഈമാനിൻ്റെ ഉടമകളായിരിക്കണം. ഈമാൻ, ഉറച്ച ഈമാൻ ഉണ്ടാവുന്നതിനോടുകൂടെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഇഹ്തിസാബ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ തരുന്നതാണ്. നമുക്കൊരിക്കലും ഇഹ്തിസാബ് നഷ്ടപ്പെട്ടുകൂടാ, കൂലിയെ പ്രതീക്ഷിക്കൽ നഷ്ടപ്പെട്ടുകൂടാ. നമ്മൾ സാധാരണ പറയാറുണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ എത്ര ദുആ ചെയ്തു, ഇന്നതിന് ദുആയിരുന്നു, ഫലസ്തീനു വേണ്ടി ദുആയിരുന്നു, അപ്പുറത്ത് അതിനു വേണ്ടി ദുആയിരുന്നു, ഇതിനു വേണ്ടി ദുആയിരുന്നു, എന്തേ നടക്കാത്തത് എന്ന്. അത് ഒരു ചോദ്യമാണോ? ചരിത്രം നമ്മൾ പഠിച്ചാൽ അതൊരു ചോദ്യമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ചോദ്യമല്ല സഹോദരന്മാരെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരിക്കലും ഇഹ്തിസാബ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. കണ്ടോ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ സന്ദേശമല്ലേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് മൂസാ നബിയുടെ സംഭവം? മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് ഫിർഔനിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി മാത്രമല്ല, കൂടെ തൻ്റെ സഹോദരനായ ഹാറൂൻ നബിയെയും അല്ലാഹു അയച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരും മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അതേ ഫിർഔനിനെതിരെ, ഫിർഔനിനോട് ശക്തമായിട്ട് ദീനിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾ മൂസാ നബിയോടും അനുചരന്മാരോടും അവർ കാണിച്ചിട്ടുണ്ട്. അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു സന്ദർഭം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഖാല മൂസാ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലാ وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا طمس على أموالهم واشدد على قلوبهم ولا يؤمنوا حتى يروا العذاب الأليم قال قد أجيبت دعوتكما فاستقيما فلا تتبعان سبيل الذين لا يعلمون. അല്ലാഹു പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ച തമ്പുരാനെ, ഇന്നക ആതൈത ഫിർഔന, നീ ഫിർഔനിനും ഫിർഔനിന്റെ സംഘത്തിനും നീ കൊടുത്തല്ലോ സീനത്തൻ, ഒരുപാട്
ഒരുപാട് ആഡംബരങ്ങളെ കൊടുത്തല്ലോ, വഅംവാലൻ ഒരുപാട് സമ്പത്തിനെ കൊടുത്തല്ലോ, ഫിൽ ഹയാത്തി ദുനിയായി ഹൈഹിക ലോകത്ത്. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുദില്ലു അൻ സബീലിക നീ അങ്ങനെ ചെയ്ത കാരണത്താൽ അവര് നിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ പിഴപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഇതുമിസ് അലാ അംവാലിഹിം അവരുടെ മുതലുകളെ നീ എന്ത് ചെയ്യുക, ത്വമസ് ചെയ്ത് കളയുക, മുഴുവനും നാമാവിശേഷമാക്കി കളയുക. വസ്ജുദ് അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ കടുപ്പം നൽകുക. ഫലാ യുമിനൂ അവർ വിശ്വസിക്കുകയേയില്ല. ഹത്താ യറൗൽ അദാബൽ അലീം വേദനാജനകമായ ശിക്ഷയെ അവർ കാണുന്നത് വരെ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അല്ലാഹുവേ നിന്നെ കൊണ്ട് വിശ്വസിക്കുകയില്ല. ആര് പറയാണ്? മൂസാ നബി ദ്വാരക്കാണ്. അല്ലാഹ് തന്നെയാണ് ഈ ദ്വാ എടുത്ത് പറയുന്നത്. അങ്ങനെ മൂസാ നബി നമ്മളോട് ദ്വാരുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൂസാ നബിക്ക് ഉത്തരവും ചെയ്തു. അതും അല്ലാഹ് പറയാണ്. കാല അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ചെയ്ത ദുആ, അഥവാ മൂസാ നബി ദ്വാരുന്നു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. ഈ രണ്ട് ദുആയും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അതിന് ഉത്തരം ഞാൻ തരിക തന്നെ ചെയ്യും. അല്ലാഹ് പറഞ്ഞാൽ പിന്നെ വല്ല സംശയമുണ്ടോ? അല്ലാഹ് പറഞ്ഞ വല്ല ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഒരു സംശയമില്ല. അല്ലാഹ് പറയാണെന്ത്? ഞാനതിന് ഉത്തരം ചെയ്തിരിക്കുന്നു. ഉജീബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകപ്പെട്ടു എന്നാണ്, പെടും എന്നല്ല. ഉജീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം നൽകപ്പെട്ടു പോയി, വന്നുപോയി എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാള് ഇവിടെ പെരുമ്പാവൂരെത്തിയാൽ നമ്മൾ അതെ ആള് വന്നുപോയി എന്നതുപോലുള്ള പറച്ചിലാണിത്. നിങ്ങൾക്ക് നമ്മൾ തന്നിരിക്കുന്നു. പക്ഷേ അല്ലാഹു പറയുകയാണ്, വിവരമില്ലാത്തവരുടെ മാർഗം നിങ്ങൾ പിന്തുടരുതട്ടോ എന്നൊരു ഉപദേശവും കൊടുത്തു. അപ്പോൾ സഹോദരന്മാരെ, അല്ലാഹു പറയുകയാണ് ഉത്തരം നൽകി. എന്നിട്ട് ഉത്തരം എപ്പോഴാണ് നൽകിയ? എപ്പോഴാണ് ഇതിന് ഉത്തരം കിട്ടിയത് നിങ്ങൾക്കറിയോ? 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് ഉത്തരം കിട്ടണത്. ഏതിന്? അല്ലാഹ് ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞ ഈ ഉത്തരം അല്ലാഹു കൊടുത്തത് 40 വർഷം കഴിഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്കുന്നത്. അതിന് നേരത്തെ നമുക്ക് ഉത്തരം കിട്ടണില്ലേ പലതിനും, അല്ലേ? എത്ര കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2 പ്രവാചകന്മാർ ദുആ ചെയ്തിട്ട് അല്ലാഹു അതിന് ഉത്തരം നൽകിയത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹു അവന്റെ ഹിക്മത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് പ്രയാസങ്ങൾ വരും, ഞാൻ അല്ലാഹുവോട് എന്ത് ചെയ്തിട്ടാ പഠിച്ചവൻ എന്നെ ഇങ്ങനെ ഇട്ട് ഇറങ്ങേറാക്കുന്നതെന്ന് ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല. നമുക്ക് എത്ര നിഅമത്തുകളാണ് എൻ്റെ റബ്ബ് ചെയ്തതെന്ന് ചിന്തിച്ചുകൊണ്ട് വിശ്വാസം ഉറപ്പിക്കുകയും കൂലി പ്രതീക്ഷിക്കുകയും ചെയ്യണം. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നല്ല ഉറച്ച വിശ്വാസികളായി നമ്മൾ മാറണം. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കുറഞ്ഞ സമയം മാത്രമാണ് എനിക്ക് നൽകിയത് കൊണ്ട് ഇനി കുറഞ്ഞ സമയം കൂടിയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളോട് എപ്പോഴും ഓതാൻ പറഞ്ഞ, ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഓതണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു സൂറത്താണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഖൽബ് എന്ന് പറയുന്ന സൂറത്തു യാസീൻ. യാസീൻ സൂറത്ത് കേട്ടിട്ടില്ലേ? ആ സൂറത്തിന് മറ്റ് ഒരു പേരാണ്, അഥവാ സാഹിബു യാസീൻ എന്ന് പറയുന്ന ഒരാളുണ്ടത്. സാഹിബു യാസീൻ. യാസീൻ എന്ന സൂറത്തിനെ ആ പ്രമേയം അവതരിപ്പിച്ചതിന്റെ പ്രധാന കക്ഷി എന്ന നിലക്ക് എടുത്തു പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. യാസീനിൽ പരാമർശിക്കുന്നുണ്ട്. യാസീനിൽ അവിടെ പരാമർശിക്കുന്നത്, യാസീനിൽ പരാമർശിക്കുന്നുണ്ട്. മനസ്സിലായി? എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഒരു തഫ്സീറിന്റെ ക്ലാസ് അല്ലെങ്കിൽ നമ്മളൊരു ദർസ് നടക്കുന്നത് പോലെ ഞാൻ സങ്കല്പിച്ചു അത് പറയണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ നേരെ എല്ലാവരും നോക്കിയിരിക്കണം, അതെൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താണ് സാഹിബു യാസീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അതിനകത്ത്.
അതാരാണെന്ന് അറിയാവുന്നവർ ഇപ്പോൾ കൈവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സുകൊണ്ട് പൊക്കിയാൽ മതി. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. സാഹിബ് യാസി, അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പ്രമേയം തന്നെ, പ്രധാന പ്രമേയം തന്നെ അതാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രധാന പ്രമേയം അതാണ്. അതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ യാസീൻ സൂറത്ത് ഓതണമെന്ന് പറഞ്ഞത് എന്നും വേണമെങ്കിൽ പറയാം. അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ്. എന്താണ് അദ്ദേഹം നൽകുന്ന ആ ജീവിതചര്യയുടെ പ്രമേയം എന്താണ്? പ്രിയമുള്ള സഹോദരന്മാരെ, ഈമാനും ഇഹ്തിസാബും മനുഷ്യനിൽ ഉണ്ടായിത്തീരണം എന്ന ശക്തമായ പ്രമേയമാണ് അദ്ദേഹം നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഇവിടെ ആയത്തോതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وجاء من أقصى المدينة മദീനയുടെ അറ്റത്ത് നിന്ന് ഒരാൾ വളരെ ധൃതിയിൽ ഇങ്ങനെ ഓടി വരികയാണ്. മിൻ അഖ്സൽ മദീനത്തി യസാ, വളരെ സ്പീഡിൽ അദ്ദേഹം വരികയാണ്. എന്താണ് അദ്ദേഹം വരാനുണ്ടായ സാഹചര്യം? ഖുർആൻ പറയുന്നുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാര് അന്താഖിയ എന്ന് പറയുന്ന രാജ്യമാണെന്നാണ് പ്രബല അഭിപ്രായം. ആ രാജ്യത്തിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി 2 പ്രവാചകന്മാരെ അയച്ചു. അവരെ അന്താഖിയക്കാർ കളവാക്കി. അപ്പോൾ അവരെ ശക്തിപ്പെടുത്താനായി, ഇവർ പറയുന്നത് ശരിയാണെന്ന് പറയാനായി 3ാമതൊരാളെയും കൂടി അയക്കുകയാണ്. പക്ഷേ അന്താഖിയക്കാര് അവര് 3 പേരെയും പിടിച്ച് അതാ ആക്രമിക്കുകയാണ്, പ്രയാസങ്ങൾ നേരിടിക്കുകയാണ്. ആ സമയത്താണ് ഒരു മനുഷ്യൻ, അയാൾ ഈമാനിനെ മറച്ചുവെച്ച മനുഷ്യനാണ്, പുറമേ മുസ്ലിമായിട്ട് ജീവിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അല്ലാഹു ഈമാൻ കൊടുത്ത മനുഷ്യനാണ്. അയാളുടെ ഈമാൻ നല്ല കടുകട്ടിയുള്ള രൂഢമൂലമായ ഈമാനായതുകൊണ്ട് തന്നെ അത് പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് അല്ലാഹു അദ്ദേഹത്തെ എടുത്തു പറയുന്നു. ഒരു റജുലു വന്നു. റജുലുൻ എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് കിതാബ് ഓതിയ മുഖ്തസർ മഅനി ഓതിയ ഉസ്താദുമാരായ ഈ മുന്നിലിരിക്കുന്നവർക്ക് തിരിയുന്നത് കൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഓടി വരികയാണ്. എന്നിട്ടോ അയാൾ ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റുക. ഈ മുർസലീങ്ങൾ നിങ്ങളോട് ഒരു വേതനവും ചോദിച്ചില്ലല്ലോ, ഒരു കൂലിയും ചോദിച്ചിട്ടില്ലല്ലോ. അവരുടെ കൂലി ചോദിക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങളോട് പ്രബോധനം ചെയ്യുകയല്ലേ. അവർ പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ അദാബുകൾ, അവർ വാഗ്ദാനം ചെയ്യുന്ന അദാബ് നിങ്ങൾക്ക് ബാധിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവരെ പിൻപറ്റൂ എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ അത് വ്യക്തമായിട്ട് വിശദീകരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ ആ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വന്ന മനുഷ്യനെയും എന്തു ചെയ്യുകയാണ്? ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ആ ആദർശം മറച്ചു വെക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തൻ്റെ ആദർശത്തെ വ്യക്തമാക്കുകയാണ് അവരുടെ മുന്നിൽ. എന്താണ് അവർ പറഞ്ഞത്? ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ. ഇത് കേൾക്ക്, ഞാൻ അവരെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ അക്രമമൊന്നും എനിക്ക് വിഷയമല്ല.
കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാനിതിന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായി കേട്ടുകൊള്ളൂ. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇവരെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ കൊല്ലുകയാണ്. ദീർഘമായ ഒരു ചരിത്രമാണ്, ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മഹാനെ അവരെല്ലാവരും കൂടി പിടിച്ചു കൊന്നുകളയുകയാണ്. അങ്ങനെ കൊന്നുകളഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങോട്ട് പിരിഞ്ഞിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അതാ അദ്ദേഹത്തിനെ അല്ലാഹു സ്വർഗത്തിലേക്ക് നീക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു അദ്ദേഹം പറഞ്ഞത്, ആ ചൂട് ആറുന്നതിന് മുമ്പ് ആ റൂഹങ്ങോട് എത്തുമ്പോൾ തന്നെ വഖീല ദുഖുലിൽ ജന്ന, വഖീല റൂഹ് പിരിഞ്ഞപ്പോൾ തന്നെ പറയപ്പെട്ടു ഉദ്ഖുലിൽ ജന്ന, നീ എവിടെയും പോകണ്ട, നേരെ സ്വർഗത്തിലേക്ക് പോരേ. കണ്ടോ, വിശ്വാസത്തിൻ്റെയും കൂലി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അത് ചെറിയ പ്രതിഫലമല്ല. ഖീല ദുഖുലിൽ ജന്ന, ഉടനെ തന്നെ പറയുകയാണ് സ്വർഗത്തിൽ കടന്നുകൊള്ളുക. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ആശയം എന്താണെന്നറിയോ? എന്താ ആശയം? നീ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, കാല ഹബീബ് ഇബ്നു നജ്ജാർ പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്തറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ വലിയ ആളായി നടന്നല്ല, പിന്നെയോ ബിമാ ഗഫറ ലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന വിവരം ആ ജനങ്ങളെ എൻ്റെ കൗമ് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരും മുസ്ലിമായേനേലോ. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്നെ മുക്രമീങ്ങളിൽ, എന്നെ ആദരിക്കപ്പെടുന്നവരിൽ അല്ലാഹു പെടുത്തി എന്ന വിവരം അവരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മഹാനായ ഹബീബ് ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു സഹോദര വലിയ ഒരു മനുഷ്യനായിരുന്നില്ല, വലിയ നേതാവായിരുന്നില്ല, വലിയ ആളുകളെ നയിക്കുന്ന അനുയായി വൃന്ദമുള്ള മനുഷ്യനായിരുന്നില്ല. അവരുടെ ഇടയിലെ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, ഒരു പാവപ്പെട്ടവനായിരുന്നു, ആരും ശ്രദ്ധിക്കാത്ത മനുഷ്യനായിരുന്നു. പക്ഷേ ഈമാൻ ഉണ്ടായപ്പോൾ, ഇഖ്ലാസ് ഉണ്ടായപ്പോൾ, ചെയ്യുന്ന പ്രവൃത്തിയിൽ പടച്ച തമ്പുരാന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന തോന്നൽ വന്നപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗത്തിലിട്ട വിവരം അല്ലാഹു യദാ സൂറത്തു യാസീനിലൂടെ എല്ലാ ദിവസവും ഓ മുഅ്മിനേ നീ ഓതിപ്പാടി പറയണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സുന്നത്താക്കി കൽപ്പിക്കുകയാണ്. സാഹിബു യാസീൻ, അതാണ് സാഹിബു യാസീൻ. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അടിസ്ഥാനം ഈമാനാവുകയും നമ്മൾ അല്ലാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ എവിടെയും മുഅ്മിനായ മനുഷ്യന് പരാജയമില്ല. ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. ബദറൊക്കെ നമുക്ക് വലിയ ചരിത്രങ്ങളാണ്, ബദറൊന്നുമല്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൃത്യം 7:15 തുടങ്ങി 8:45 അവസാനിപ്പിക്കാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല, 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുഖദ്ദിമാത്തുകൾ അഥവാ ആമുഖങ്ങൾ പോലും ചുരുക്കി വളരെ കുറഞ്ഞ രൂപത്തിൽ നടത്തി ആ പരിപാടി മാത്രം, പ്രഭാഷണം മാത്രം ഉദ്ദേശിച്ച്, ഇത് നമ്മുടെ ജനങ്ങൾക്കും നമുക്കും പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ എല്ലാവരും കൃത്യസമയത്തെത്തണം. നാളെ നമ്മുടെ വിഷയം, നാളത്തെ വിഷയം എന്താണ്?
നാളത്തെ വിഷയം അറിയില്ല. നാളെ നമ്മുടെ വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നല്ല, നാളത്തെ വിഷയം അറിഞ്ഞു വരികയാണെങ്കിൽ നല്ലതാണല്ലോ. നാളത്തെ വിഷയം വിജ്ഞാനത്തിലൂടെ വിജയം നേടാം എന്നുള്ളതാണ്. വിജ്ഞാനത്തിലൂടെ വിജയം നേടാം എന്നാണ്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ സംസാരിക്കുന്നതാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് കേവലം ഒരു ദർസ് കോളേജ് അവിടെ മാത്രം കിട്ടുന്ന സാധനമൊന്നുമല്ല. മദ്രസയിൽ നമ്മൾ കുട്ടികളെ വിടുന്നതും വിജ്ഞാനത്തിന് തന്നെയാണ്, സ്കൂളിൽ പഠിക്കുന്നതും വിജ്ഞാനത്തിനാണ്. അതൊക്കെ വിജയത്തിനായി മാറണം. നമ്മുടെ സ്കൂളുകൾ ഇന്ന് പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മളത് വിജയത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്ന വിഷയമാണ് നാളെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ എത്തണം, നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരണം. കുട്ടികൾ കേൾക്കേണ്ട പ്രസംഗമാണ് നാളെ ഉള്ളത് എന്ന് മാത്രം ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർ പൂർവ്വ വിദ്യാർത്ഥികളാണ് നമ്മളെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് അവർക്കൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. ഇതിന് പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു വലിയ ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും നൽകട്ടെ. ഇന്ന് പ്രഥമ ദിനമാണ്. മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹിയുടെ ആണ്ടിനോടനുബന്ധിച്ചാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. CM വലിയുല്ലാഹിയുടെ ഉറൂസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ അന്നദാനവും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടാകലുണ്ട്. ഈ വർഷവും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഅദ് ഇവിടെ സംഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേദി ഒരുക്കാൻ കാരണമായ ഈ സ്ഥാപനം ഇവിടെ കെട്ടിപ്പൊക്കാൻ ഒരുപാട് ജനങ്ങളുടെ വിയർപ്പുകളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10,000-ഓ 1,00,000-ഓ തരുന്നതിനേക്കാളൊക്കെ വലുതായിരുന്നു അന്ന് ഒരു 100 രൂപ എടുത്ത് തരുന്ന സമയം. നമ്മുടെ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ഓട്ടത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇപ്പോൾ കാലു സുഖമില്ലാതെ ഇരിക്കേണ്ടി വന്നതെന്ന് തോന്നിപ്പോവുകയാണ്. അല്ലാഹു ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് വളരെ വേഗത്തിൽ ആജിലായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ശരീരത്തിന് അല്ലാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഹിമ്മത്തും ഈമാനും തഖ്വയും ഇഖ്ലാസും അല്ലാഹു ഏറ്റി നമുക്കും അവർക്കും ഏറ്റി തരുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇതിൻ്റെ പരിസരത്ത് താമസിച്ച പല ഹാജിയാക്കന്മാരും അതുപോലെ ഉമ്മമാർ, പല സഹോദരിമാരും ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ ദർസ് നടത്തുന്ന സമയത്ത് 1 കിലോ അരിയായിട്ട് വരുന്ന ഉമ്മമാരുണ്ട്, 1 കിലോ പഞ്ചസാരയായിട്ട് വരുന്ന ഉമ്മമാരുണ്ട്. ഇന്ന് അവരൊക്കെ നല്ല നിഅമത്തിലായി. അല്ലാഹു ഇനിയും ഈ നിഅമത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. പക്ഷേ ആ 1 കിലോ പോലും പലപ്പോഴും ഇവിടെ എത്തുന്നില്ല എന്നുള്ളതൊരു സംഭവമാണ്. അതുകൊണ്ട് ഇനി 1 കിലോ എന്നുള്ളത് മോശമാണെങ്കിൽ 2 കിലോ ആക്കിക്കോ, എന്നാലും വേണ്ടില്ല, സംഗതി വരാതിരിക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എല്ലാ ഉമ്മമാരും കഴിയും പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കണം. അത് നിങ്ങളുടെ സഹായം ഒരു പക്ഷേ ഇപ്പോൾ വലിയ ഇവിടെ വേറെ വരുന്നുണ്ടാവും. പക്ഷേ നമ്മളിത് കൊടുക്കുമ്പോൾ അല്ലാഹു നമ്മളെ വല്ലാതെ സ്നേഹിക്കും. കാരണം മുത്തഅല്ലിമീങ്ങളോടുള്ള സ്നേഹമാണല്ലോ അതിന് കാരണം. അതൊക്കെ നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകാൻ കാരണമാണ്. അള്ളാഹു നമ്മുടെ മുസീബത്തുകളൊക്കെ നീക്കി തരുമാറാകട്ടെ. ഇതിൻ്റെ അവസാന ദുആ ബഹുമാനപ്പെട്ട OK ഉസ്താദ് നിർവഹിക്കും. അദ്ദേഹം 2 വാക്ക് സംസാരിച്ച് നിർത്തും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ വർഷം നമ്മുടെ ദർസിലേക്ക് മുദരിസായിട്ട് എടുത്ത ആളാണ് ബഹുമാനപ്പെട്ട OK ഉനൈസ് മുസ്ലിയാർ, ഉനൈസ് ഹസൻ. ബഹുമാനപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ പിതാവ് PhD എടുക്കുകയും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ഇപ്പോഴും വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമാണ്. അതേ അവസരം തന്നെ ഒതുക്കുന്ന ഇഹ്യാ സുന്ന അറബി കോളേജിൽ ദർസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഷെയ്ഖുന OK ഉസ്താദിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ടല്ലോ, നമ്മളിപ്പോഴും ആണ്ടൊക്കെ നടത്താറുള്ളതാണ്. അവരുടെ പേരക്കുട്ടിയാണ്. അള്ളാഹു ഒരുപാട് തൗഫീഖുകൾ പ്രദാനം ചെയ്യട്ടെ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ പരീക്ഷകൾ എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി
أشهد أن لا إله إلا الله أشهد أن محمد رسول الله الحمد لله قطب العالم CM മടവൂരിൻ്റെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നവരുടെ ഉറൂസിൻ്റെ ഭാഗമായിക്കൊണ്ട് മർക്കസുൽ ബുഷ്റ നടത്തുന്ന ദശദിന പ്രഭാഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇമാം സ്വഹീഹുൽ ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം മറ്റു സിഹാഹു സിത്തകളെല്ലാം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന, നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? അൽ അർവാഹു ജുനൂദും മുജന്നദ ഇദാ തറഫ മിൻഹാ ഇഖ്തലഫ ഇദാ തനാകറ മിൻഹാ ഇഖ്തലഫ എന്ന് പറയുന്ന അർത്ഥവ്യാപ്തിയുള്ള, വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഹദീസാണ്. എന്താണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്? മഹാന്മാരുടെ അർവാഹുകൾ ത്വയ്യിബായിട്ടുള്ള ആളുകളുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് എന്നുള്ള ഒരു ഹദീസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹദീസിൽ മാനയായിട്ട് മുഹദ്ദിസീങ്ങൾ റിവായത്ത് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നും പല മഹാന്മാരുടെ നോട്ടവും തർബിയത്തും ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാന കണ്ണിയാണ് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ ഒരു ഹദീസിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇന്നും പല ഭാഗങ്ങളിൽ, പല സ്ഥാപനങ്ങളിൽ അവരുടെ തർബിയത്തും നോട്ടവും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് അൽ അർവാഹു ജുനൂദും മുജന്നദ. അർവാഹ് എന്ന് പറയുന്നത് അത് സൈന്യമാണ്. അവര് ത്വയ്യിബായിട്ടുള്ള ആളുകളുമായിട്ട് ഇപ്പോഴും തർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് തന്നെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും ഇവിടെ പല മഹാന്മാരുടെ തർബിയത്തും നോട്ടവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേരിലുള്ള ഉറൂസിന്റെ മുഖദ്ദിമയായിട്ടാണ് ഇവിടെ ദശദിന പ്രഭാഷണം കൊല്ലാകൊല്ലം നടത്തി വരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിൽ ഭാഗവക്താകണം എന്നാണ് നിങ്ങളോട് നസീഹത്തായിട്ട് പറയാനുള്ളത്. ഇതിലേക്ക് സംഭാവനകൾ നൽകിയും മറ്റുമെല്ലാം ഇതിൻ്റെ ശാരീരികമായും സാമ്പത്തികമായിട്ടും നിങ്ങളെല്ലാവരും ഇതിലേക്ക് സഹായിക്കണമെന്നും, എന്നാൽ ആഖിറത്തിലേക്ക് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള, ഈ ദുനിയാവിലെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള ആഖിറത്തിലെ വിജയമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ പരിപാടിയിൽ പരമാവധി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഫആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.